ബാർബേഡിയൻ കഥകളിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവരുടെ ഫേമസ് ഫിഷ് ആയിട്ടുള്ള ഫ്ലൈയിങ് ഫിഷ് ഇല്ലേ, അതൊരു മലയാളി ഫാമിലിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് വറുത്ത് കഴിക്കുന്നതും, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ റമ്മായിട്ടുള്ള മൗണ്ട് ഗേ ഡിസ്റ്റിലറി വിസിറ്റ് ചെയ്യുന്നതും, പിന്നെ സഞ്ജു സാംസന്റെ ഒരു ക്രിക്കറ്റ് ബാറ്റ് അവിടെ നിന്ന് കളഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി. ബാർബേഡോസ് സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ് നമ്മൾ മെയിനായിട്ട് പോയത് റമ്മിനെ കുറിച്ച് പഠിക്കാനാണ് അല്ലേ. പ്രത്യേകിച്ച് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ പുച്ഛിക്കപ്പെട്ട ആൽക്കഹോൾ, ഇത്രയ്ക്ക് മാത്രം പുച്ഛം അനുഭവിക്കേണ്ട ഒരു ആൽക്കഹോളാണോ? കാരണം നമ്മൾ കഴിക്കണമല്ലോ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്യണമല്ലോ. അങ്ങനെ അതിൻ്റെ തായ് വേരുകൾ അന്വേഷിച്ച് പോയപ്പോഴാണ് മൗണ്ട് ഗേ, ഇറ്റ്സ് ഫ്രം ബാർബേഡോസ്, ആദ്യത്തെ റമ്മ് കിൽ ഡെവിൾ, ചാത്തനെ കൊല്ലി കഴിഞ്ഞ് ഈ ബ്രിട്ടീഷുകാർ വന്ന് അതിനെ നന്നാക്കി എടുക്കുന്നതും 1703 ഒഫീഷ്യലി ഫസ്റ്റ് ബാർബേഡിയൻ അല്ലെങ്കിൽ വേൾഡിലെ ആദ്യത്തെ റം എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള നമ്മുടെ മൗണ്ട് ഗേ റമ്മിനെ കുറിച്ച് അല്ലേ പഠിക്കുമ്പോൾ കടയ്ക്കെന്നേ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ എത്തിയത്. നമ്മൾ ആപ്പിൾട്ടൺ നിർത്തിയിട്ട് മൗണ്ട് ഗേ അടിച്ചു തുടങ്ങിയപ്പോൾ അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഇത് എവിടെയാണ് ഉണ്ടാക്കണേ, ഇത് ഉണ്ടാക്കണ സ്ഥലത്ത് വന്നിട്ട് കുടിക്കണമെന്ന്. അങ്ങനെ നമ്മളിത് മൗണ്ട് ഗേ റമ്മിൻ്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഇവിടെ റം ഉണ്ടാക്കണതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടാക്കണ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനേക്കാൾ ഉപരി നമ്മൾ കഴിഞ്ഞ 2-3 ഡിസ്ട്രിക്റ്റിലൊക്കെ പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഇവർ വീഡിയോഗ്രാഫി ഇതാക്കണില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫോട്ടോസ് ആയിരിക്കും, ചിലത് അവർ കാണിക്കില്ല. ഇതാണ് മൗണ്ട് ഗേ ഡിസ്റ്റിലറിയിലേക്ക് പോണ വഴി. കണ്ട ഈ കാണുന്നതൊക്കെ ഇവിടെ ഈ റം എടുത്തു വെച്ചിട്ടുള്ള ശാലകളാണ് കേട്ടോ. നോക്കിയാൽ എത്രയാണ്, ഇതുപോലെ 6-7 ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. ടൺ കണക്കിന് റം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഹോൾ വേൾഡിലേക്കുള്ള മൗണ്ട് ഗേ റമ്മ് പോകുന്നത് ഈ ഒറ്റ ഫാക്ടറി എന്നാണ് കേട്ടോ. ഫാക്ടറിയുടെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. 300 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള സ്ഥാപനം ഇപ്പോഴും അതുപോലെ തന്നെ റണ്ണിങ് ആണ്. ഒന്ന് ആലോചിക്കേ, പഴയ ഗവൺമെൻറ് ആശുപത്രി ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇല്ലേ ജനലൊക്കെ കണ്ട. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് വലിയ കരിമ്പും തോട്ടങ്ങളുണ്ട് കേട്ടോ. അതിന് ചുറ്റും കരിമ്പും തോട്ടാ. നമുക്ക് വിസിറ്റേഴ്സിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇരിക്കണ സ്ഥലമാണ് കേട്ടോ. ഇവിടെ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മളതിനെ സ്ഥലമെല്ലാം കൊണ്ട് കാണിക്കും. അപ്പോൾ ഇവിടുത്തെ റം ടോറിൻ്റെ ഫസ്റ്റ് എൻട്രി ഇതിൻ്റെ ലോബിയിലേക്കാണ് കേട്ടോ. ഈ ബിൽഡിങ്ങും തന്നെ ഏതാണ്ട് 350 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇപ്പോൾ അവരതിനെ ചെറുതായിട്ട് 2 തട്ടിലുള്ള ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 തട്ടിലുള്ള സെൻട്രൽ തട്ടിനെ ഇവർ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് ഒരു വലിയ ഹോള് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. നമ്മുടെ കോറൽ ലൈം സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വോളൊക്കെ പണിതിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ക്രീമി വെള്ള കളറിലാണ്. നമ്മളെ മണൽ കാട്ടി തന്നില്ലേ, ആ മണലിൻ്റെ അതേ കളറിലാണ് ഈ ഭിത്തി ഉണ്ടായിട്ടുള്ളത്. ഇനിയുള്ളത് ഇവരുടെ ചെറിയൊരു ലൈബ്രറിയാണ്. ഇവരുടെ ഹിസ്റ്ററി എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പണ്ട് ഈ പൈറേറ്റ്സിൻ്റെ ഒരു റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കുപ്പിയുടെ ഉള്ളിൽ പായക്കപ്പൽ, പിന്നെ ഇവരുടെ പഴയ മറ്റേ പോർട്ട് ഡിസ്റ്റിലിങ്ങിൻ്റെ ചെറിയൊരു ഡെമോ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളും ഇവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും അവിടെ ഒരു ഗൈഡ് ഉണ്ട്. ആ പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് നമ്മൾ എൻ്റർ ചെയ്യണത് നമ്മൾ ഡൂർലീസിൻ്റെ ഡിസ്റ്റിലറിയിലേക്ക് പോയില്ലേ, അതേപോലെ തന്നെ ഇവർക്ക് വാഷ് ഉണ്ടാക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ഈ വാഷിനെ ഡിസ്റ്റിൽ ചെയ്യുന്ന സ്ഥലം. ചെറിയ തൊപ്പിയൊക്കെ വെക്കണം കേട്ടോ. റമ്മ് ഉരുകിയിട്ട് തലയിലേക്ക് വീണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് അല്ലേ മാമ? നമ്മൾ ഫാക്ടറി വർക്കേഴ്സിൻ്റെ പോലെ ഇവിടെ മൊളാസസ് എടുത്ത് വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ലെഫ്റ്റിൽ ഇവിടെ 400 ടൺ മെട്രിക് ടൺസ് ഓഫ് മൊളാസസ് ആണ് ഈ സ്ഥലത്ത് വെച്ചിട്ടുള്ളത്. ഈ ഇടത്തെ സൈഡിൽ ഇവിടെ 500 മെട്രിക് ടൺസ്, മൊത്തം 900 മെട്രിക് ടൺസ് ഓഫ് മൊളാസസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഇല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ശർക്കര ഉരുക്കിയ പാനീയം. ട്രക്കിൽ മൊളാസസ് കൊണ്ടുവന്നിട്ട് ഈ ചെറിയൊരു ഓട്ട കണ്ട അതിൻ്റെ ഉള്ളിൽ അടിക്കും. എന്നിട്ട് ഇതേ പൈപ്പ് വെച്ചിട്ടാണ് ഈ 2 സൈഡിലേക്കും പോണേട്ടാ. കണ്ട ശരിക്കും ഡൂർലീസിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. കരിമ്പും ജ്യൂസ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ മൊളാസസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഡൂർലീസിനേക്കാളും കുറച്ചുകൂടി വലിയ ഫാക്ടറിയാണ്. ഏതാണ്ട് 6-7 ഡിസ്റ്റിലിംഗ് തന്നെയുണ്ട്, കലം മാറ്റൽ പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കോളം ഡിസ്റ്റിലിംഗ് ഏരിയാസ് ഉണ്ട്. കാരണം ഈ ലോകത്തിലേക്കുള്ള കംപ്ലീറ്റ് മൗണ്ട് ഗേയുടെ റം ഉണ്ടാക്കുന്നത് ഈ ഒറ്റ സ്ഥാപനത്തിൽ നിന്നാണ് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് അവിടെ ഇവർ ഉപയോഗിക്കുന്ന 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊളാസസ്, അതായത് ഒന്ന് ഈ ബാർബഡോസിൽ നിന്ന് എടുത്തിട്ടുള്ള മൊളാസസും അതുപോലെ തന്നെ പുറമേ നിന്ന് മേടിക്കുന്ന 2 മൊളാസസും നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും മനസ്സിലായില്ല. ഒരെണ്ണത്തിൽ ഈ ബാർബഡോസിലുള്ള മൊളാസസിന് ചെറുതായിട്ടൊരു നമ്മുടെ ഈ കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ ചൊവയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഈ സ്റ്റോറേജ് അതല്ലെങ്കിൽ ഏജിങ് സെൻറ്ററിലേക്കാണ് ചെല്ലണേ.
ഇവിടെയാണ് ശരിക്കും ഇവരുടെ റമ്മുകളെല്ലാം ഏജ് ചെയ്യണത്. നോക്കിയേ, ഏതാണ്ട് 5-6 ഏജിങ് സെൻറ്റർ തന്നെ ഈ മൗണ്ട് ഗേയുടെ അകത്ത് കാണാട്ടാ. നമ്മുടെ നാട്ടിലെ ഈ വളം ഡിപ്പോ അല്ലേ, അതുപോലത്തെ വലിയ ഇതും 100-300 വർഷം പഴക്കമുള്ള പഴയ ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബർബൺ കാസ്കുകളില്ലേ, ബർബൺ വിസ്കി ഉണ്ടാക്കണ കാസ്കുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഈ ഇഷ്ടം പടിയുണ്ട്. ഇതിന് മാത്രം കള്ളാണ് ഇവിടുന്ന് ഉണ്ടാക്കി തള്ളണേ. ഈ എല്ലാ കള്ളും തന്നെ ഇവിടെ ഏജ് ചെയ്തിട്ടുള്ളതാണ്. ഏജ് ചെയ്തിട്ടുള്ള കള്ളുകളെ തന്നെ ഇവിടുന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിസപ്ഷനില്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവരുടെ റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഇരിക്കുന്നത് ഒരു വൈറ്റ് റമ്മാണ്, സിൽവർ എന്നാണ്, അതായത് മൗണ്ട് ഗേ എക്ലിപ്സ് സിൽവർ എന്നാണ് ആ വൈറ്റ് റമ്മിൻ്റെ പേര്. ന്യൂസിലാൻഡിൽ ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടുന്ന് ഞാനത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വൈറ്റ് റം ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വൈറ്റ് റംസ്, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൈറ്റ് റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയും മൗണ്ട് ഗേയുടെ എക്ലിപ്സിൻ്റെ സിൽവർ ആണെന്ന്. അത് കഴിഞ്ഞാൽ അവരുടെ എക്ലിപ്സ്, അത് കഴിഞ്ഞാൽ ബ്ലാക്ക് ബെയറിൽ, ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും അവിടെ നിന്ന് മേടിക്കാനുമുള്ള അവസരം ഉണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് ഒരു എക്സോ എടുക്കുന്നുണ്ട്. അതിനേക്കാൾ മുന്നേ ഇതിൻ്റെ വിലകൾ പറയാം. 16 USD. ഓക്കെ, മൗണ്ട് ഗേ എപ്പുറത്തിരിക്കുന്നു, അതും 16 USD. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 USD. എക്സോയ്ക്ക് 42 USD. വീണ്ടും ഇപ്പുറത്തുള്ളത് നേവി സ്പെഷ്യലാണിത്. കുറച്ച് സ്ട്രെങ്ത്ത് കൂടുതലാണ്, ഏതാണ്ട് 57% വരുന്നുണ്ട്. ഇതിന് 30 USD. നമ്മളെപ്പോഴും അവിടെ മേടിച്ചടിക്കാറില്ല ഈ ബ്ലാക്ക് ബാരലിൻ്റെ ഇവിടുത്തെ 66% വരുന്നതിന് 42 USD. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവരുടെ ഹൈ ക്ലാസ് സാധനമാണ്. $242, $360. ഇത് ലിമിറ്റഡ് എഡിഷനാണ് കേട്ടോ. 21 ബോട്ടിലേ ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവരുടെ ഏറ്റവും ഹൈ ലെവല് ഇതിന് $400. ഈ ബ്ലൂ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, പോർച്ചിൽ 100% ഗ്ലാസ് ടു ഗ്ലാസ്, വേറൊരു സാധനം തൊട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് മൗണ്ട് ഗേ നമ്മുടെ മൗണ്ട് ഗേ എക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിക്കണ സാധനം അതിൻ്റെ മടയിൽ വന്നിട്ട് അടിച്ചിട്ട് പോകണമെന്ന് കേട്ടോ. ഓക്കെ, മൗണ്ട് ഗേ. നിങ്ങൾ എത്ര പേര് മൗണ്ട് ഗേ ഫെമിലിയർ ആണെന്ന് അറിയില്ല. എന്തിരുന്നാലും മൗണ്ട് ഗേ വരെ മേടിച്ചിട്ടുണ്ട്. എക്സോ അടിപൊളി കേട്ടോ. എക്സോ നമ്മൾ ബ്ലാക്ക് ബാരലിനെ വിട്ടിട്ട് എക്സോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എക്സോ ഇല്ല മാമ, നല്ല സാധനം. മാമ മറ്റേ കടയിൽ കയറിയിട്ട് എക്സോ മണക്കെന്ന് അടി നിർത്താൻ പറ്റില്ല കേട്ടോ എക്സോ അടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നല്ല പറ്റാവേ വിചാരിക്കണ പോലെ ബ്യൂട്ടിഫുൾ. സോ ബൈ ടു മൗണ്ട് ഗേ. അപ്പോൾ നമ്മൾ വേൾഡിലെ ആദ്യത്തെ റം ഫാക്ടറി കണ്ടില്ലേ, നല്ല സ്ഥലമല്ലേ, എന്തൊക്കെ സുഖേടല്ലേ. ഇവിടുന്ന് റം ഫാക്ടറി കാണാനായിട്ട് നമ്മൾ ബാർബഡോസ് വരെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംഭവം അല്ലേ ഇല്ലേ അല്ലേ ഗോൾഡ് പറയാം എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണില്ലോ ഒന്നുമില്ലേ ഗോൾഡ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നമുക്ക് കേട്ടാ ബാർബഡോസ് ഉറപ്പായിട്ടും നമ്മൾ പോകും. ടോം പറയും ഹണി. നമ്മുടെ അവിടെ ചാവക്കാട് മീൻ കയറുന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇവിടുത്തെ മീൻ കയറുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ മീൻ മാർക്കറ്റും ഉണ്ട്. ബെറിൻഡാസ് ഫിഷ് മാർക്കറ്റ് എന്നാണ് പേര്. നല്ല കാറ്റടിക്കുന്നുണ്ട്. എപ്പോഴാണ് മീൻ കയറുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവിടെ 2-3 ബോട്ടൊക്കെ അതിൻ്റെ അടുത്ത് കാണാനുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഇതാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് കണ്ട. ഓക്കെ, അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് മീൻ പിടിക്കുന്നത് കണ്ട. എന്നാൽ അവിടെ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ അല്ലേ, നമ്മൾ ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കണമല്ലേ, ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ കാണാം നമുക്ക്. മീനൊന്നും കയറുന്നില്ല കേട്ടാ. എനിക്ക് വേണം ആ 2 ബോട്ട് മീൻ പിടിക്കാൻ പോവുക കണ്ട. നല്ല രസമുള്ള ബീച്ചല്ലേ, കളർ നോക്കിയാ, നല്ല കാറ്റ് കണ്ട. ഈ പാലത്തും കൂടെ നേരെ നടന്നിട്ട് നേരെ കയറുന്നത് മീൻ മാർക്കറ്റിലേക്ക് കേട്ടാ. രാവിലെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മാർലിനാണ് ഇരിക്കുന്നത് കണ്ട. മാർലിൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുക. അറ്റ് സെയിം ടൈം ഇവിടെ ഫ്രോസൺ ഫിഷ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് സെൻറ്ററിലൊരു ടാങ്ക് ഉണ്ട് കണ്ട. ഇന്നിവിടെ ഫ്രഷ് മീനൊന്നും വന്നിട്ടില്ല. സോ ബാർബഡോസിലെ ഫേവറേറ്റ് ഫിഷ് ആണ് കേട്ടോ, ഫ്ലൈയിങ് ഫിഷ്. അതിനിവിടെ നന്നാക്കണേ. നമ്മൾ ന്യൂസിലാൻഡിൽ മീൻ പിടിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കൂടെ പറക്കാറുണ്ട്. ഇവിടുത്തെ നമ്പർ 1 നാഷണൽ ഫിഷ്. ദിസ് ഈസ് എ നാഷണൽ ഫിഷ് റൈറ്റ്. യാ, നമ്മളിത് മേടിക്കുന്നുണ്ട് കുറച്ച്. Can I touch one? Can I hold one? Yeah, thank you. ഇത് കണ്ട, ഇതാണ് അതിൻ്റെ പറക്കണ ചിറക്. വളരെ ചെറിയ മീനാണ് കേട്ടോ. നമ്മുടെ ഗാർ ഫിഷിൻ്റെ ഒക്കെ പോലെ ഇരിക്കും കണ്ട.
ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫില്ല് ചെയ്തിട്ട് തരും. ഇവിടെ ചേച്ചി ഇരുന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ മേടിക്കുകയാണ്. $40 ബാർബേഡിയൻ. ഇതിന് $20 കേട്ടോ. ഇവര് ഫിഷ് മാർക്കറ്റ് നോക്കിയേ, ഫിഷ് മാർക്കറ്റാന്ന് പറയുക. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ക്ലീനാ നോക്ക്, ഓരോ സ്ഥലവും നോക്ക്. ഒരു ഫിഷ് മാർക്കറ്റ് ഇത്രയും ക്ലീനിൽ കാണണമെങ്കിൽ ഒരു മീനിന്റെ മണമില്ല. ഞാൻ അതാലോചിക്കുന്നത്, എന്താ ഇവിടെ ഒരു മീനിന്റെ മണമില്ലാത്ത ഒരു ഈച്ചയെ പോലും ഞാൻ ആ ഫിഷ് മാർക്കറ്റിൽ കണ്ടില്ല. അപ്പോൾ ടൈഡി ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലോചിക്കണം, നമ്മുടെ ഇന്ത്യയിലൊക്കെ പോലെ തന്നെ ട്രോപ്പിക്കൽ വെതറാണ്. 32 ഡിഗ്രി 33 ഡിഗ്രി വിത്ത് മോയ്സ്ചർ ഉള്ള അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ള വെതറാണ്. നന്നായിട്ട് ഈച്ചയൊക്കെ പെറ്റി വരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അഗെയിൻ വെരി കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ, വളരെ വളരെ കുറച്ച് പോപ്പുലേഷൻ. തിങ്ങി പാർക്കിങ്ങില്ല, സ്വാഭാവികമായിട്ടും ഗാർബേജ് ആൻഡ് സീവേജ് കച്ചട സാധനങ്ങളൊക്കെ കുറയും. എന്നിരുന്നാലും എന്ത് മനോഹരമായിട്ടാണ് ഓരോ വ്യക്തികളും. ഞാൻ എത്ര സ്ഥലത്ത് കണ്ടു എന്നറിയോ, നമ്മൾ ഈ KFCയുടെ ഫ്രണ്ടിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവിടുത്തെ വന്ന് ഭക്ഷണം കഴിച്ച് ചെറിയ പേപ്പർ പോലും പിക്ക് ചെയ്ത് അവർ കവറിനകത്ത് ഇട്ട് കെട്ടിയിട്ട് റബ്ബിഷ് ഇരിക്കുന്ന സ്ഥലം പോലും വളരെ കുറച്ച് സ്ഥലമേ കണ്ടിട്ടുള്ളൂ. എവിടെ ഇതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കണേന്ന് അറിയാൻ പാടില്ല. എന്ത് സമാധാന പ്രിയരായിട്ടുള്ള ആൾക്കാരെ, ചീട്ട് കളിക്കുന്നവർ ഒരു ശബ്ദമില്ലേ നമ്മുടെയൊക്കെ ഒരു മാക്കല്ലേ, എടാ ജോസഫേ തോമസേ വളരെ അടിക്കറാ പിടിക്കറാ ഓവാ ഇതൊക്കെ കേൾക്കാൻ പറ്റില്ലേ? ഒരു തിക്കും തിരക്കില്ല. വളരെ സമാധാനം, ശാന്തം, സുന്ദരം. ഇനി നമുക്ക് മീൻ പോയിട്ട് വേവിക്കാം. ഇത് ഇവിടുത്തെ ഏറ്റവും അടിപൊളി മാങ്ങയാണ് കേട്ടോ. ജൂലി എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് ഒറിജിനൽ ജൂലി അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ജൂലിയാണെന്നാണ് പറയണേ. ഒറിജിനൽ ജൂലി പഴുക്കാറായിട്ടില്ല. അപ്പോൾ ഏതോ ജൂലിനെ പിടിച്ചിട്ട് പഴുപ്പിച്ചതാണ് ഇത്. ഓക്കെ, ഞാനിവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റിജോ. നിങ്ങളൊരൊറ്റ മലയാളി ഫാമിലി ഉള്ളൂ ഇവിടെ ഓൾ അറൗണ്ട്? അല്ല, ഒരു 3-4 പേരുണ്ട്. പക്ഷെ ഞങ്ങളുള്ള മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നത്. പിന്നെ ഒരു എല്ലാം ഹസ്ബൻഡും വൈഫും ഒക്കെയാണ്. പിന്നെ 2 ബാച്ചിലേഴ്സും ഉള്ളൂ. നിങ്ങളിവിടെ എന്താ ജോലി ചെയ്യണേ? ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫും വന്നിട്ട് നഴ്സാണ്. ഞാൻ ഇവിടുത്തെ ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, സർജിക്കൽ ICUവിൽ. And how is Barbados? നൈസ് പ്ലേസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളല്ലേ? 2 പേര്. മൂത്ത ആള് വന്നിട്ട് ഒലിവിയ, അവൾക്ക് വന്നിട്ട് 12 വയസ്സ്. രണ്ടാമത്തെ ആള് വന്നിട്ട് എവലിൻ, 4 വയസ്സ്. നമ്മൾ വന്നപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട എല്ലാ ഹെൽപ്പുകളും സഹായങ്ങളും ചെയ്തതെന്ന് റിജോ ആണ് കേട്ടോ. താങ്ക് യു റിജോ. Thank you. Nice to meet you too. Nice to meet you. Welcome to Ooty. Welcome to Ooty, Kodaikanal. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞ നമ്മുടെ കോലാൻ എന്ന് പറഞ്ഞ മീനില്ലേ, സിമിലർ ടെക്സ്ചർ ആണ് കേട്ടോ. കണ്ട എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം. ഇതിന് ബാർബേഡിയൻ ഡോളേഴ്സ് $40 ആണ്. അതായത് $20 $1 2 3 10 എണ്ണത്തിന് $40. അതായത് ഒരു മീനിന് $4 കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മുടെ റെഗുലർ ഫ്രൈയിങ് ആണ് കേട്ടോ. കുറച്ച് ഓയില്. ഇനി നമ്മുടെ മീൻ നമ്മുടെ ബാർബേഡിയൻ ഫിഷ് ഓർഡർ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട്, ഇവർ ഒരുപാട് തവണ ഇത് കഴുകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ. ഓക്കെ, ഇവിടെ എല്ലാ മാർക്കറ്റിലും അവർ വെള്ളത്തിലിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ, ഇനി നമ്മുടെ കുറച്ച് ഫിഷ് കറി മസാല പൗഡർ. ഇനി കുറച്ച് ലൈം ജ്യൂസ്. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടാ. കറി മഞ്ച റെഡി നാ. കറി മഞ്ചസ്. ഓക്കെ, നമുക്കിനി ടേസ്റ്റിംഗ് ടൈമാണ്. ഈ ഫിഷ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ തൊടുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇവരെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബെറ്റർ ആയിട്ടുണ്ട്. ഇന്നലത്തേക്കാളും ബെറ്റർ ആണോ? പക്ഷെ പൊളി സാധനം നമ്മുടെ മാങ്ങാട്ടാ, നമ്മുടെ കിളിച്ചുണ്ടൻ മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ സിമില, എന്താ പറയാ, പൊടിഞ്ഞു പോണ ടെക്സ്ചറാ. എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൈ ഫിഷ് കൂടാതെ നമ്മുടെ മാഹിനെ ഇവർ ഡോൾഫിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡോൾഫിൻ, പിന്നെ നമ്മുടെ മാർലിൻ, ഐക്കുറ, അതല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതിനെ ഇവരുടെ നാഷണൽ ഫിഷ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ മീൻ വരുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ കടലിൽ മറ്റുള്ള മീനുകളുടെ, സ്വാഭാവികമായിട്ട് ഇത് ചെറുമീനാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ കണ്ട ഒരു മീൻ പിടിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ് ഈ മീനിനെ ബേസ് ആക്കിയിട്ടാണ് ഇവിടെ മൊത്തത്തിലുള്ള എല്ലാ ഫിഷിങ്ങും നടക്കണേ. അപ്പോൾ ഈ മീനാണ് ഇതിന്റെ തല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ
ഈ മീൻ ഇവിടുത്തെ നാഷണൽ ഫിഷ് ആയിട്ടുണ്ടാവും കേട്ടാ. ഇവരുടെ ഐക്കണിലുണ്ട് നമ്മുടെ കോയിനിൽ എല്ലാം വന്നിട്ട്. അതെ, നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് ബൂംബാങ്ങിന്റെ ഫ്ലൈയിങ് ഫിഷ് എങ്ങനെ ഉണ്ടെന്നോ. ബൂംബാങ്ങിന്റെ ഫ്ലൈയിങ് ഫിഷ് അടിപൊളി കേട്ടോ. ബെറ്റർ ആണോ? ടേസ്റ്റ് ഒന്നുണ്ട്, ഹായ് അടിപൊളി. അപ്പോഴേ വളരെയധികം നന്ദി നിങ്ങളെ ഒരു ഇവിടെ കാണാനും നമുക്കൊന്ന് വന്നിട്ട് മീറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം ഒരു ചാൻസ് കിട്ടിയതിന് താങ്ക്സ് ലോട്ട്. താങ്ക് യു. ആൻഡ് താങ്ക് യു ടു. താങ്ക് യു ടു. ഞങ്ങളെ ഇവിടെ അയ്യോ എന്നെ മാത്രം പറഞ്ഞില്ല. ഓ മാമൻ തന്നെ വിളിച്ചിട്ടാവും. ബ്യൂട്ടിഫുൾ കൺട്രി റിജോ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കള്ള്, ഇവിടെ കള്ള് മറ്റേ തട്ടുകടയിൽ വരെ കള്ള വെക്കണേ. കള്ള് ടു മച്ച് ദിസ് പ്ലേസ്. നമ്മുടെ മലയാളികൾ ഈ സ്ഥലം കാണണ്ടാന്ന് എന്റെ അഭിപ്രായം. ഇവിടത്തെ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ കള്ളുപിടിച്ച് വഴിയിൽ കിടന്ന് ഒരു സംഭവം ആൾക്കാർ ഡീസന്റ് ആണ്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് ഇവിടുത്തെ ഒരു പോളിസി. വഴി കിടന്ന് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചും കിട്ടും. അപ്പോൾ അതർവൈസ് വന്നിട്ട് വേറെ എത്ര വേണേലും നമുക്ക് കഴിക്കാം. ഇവിടെ അങ്ങനെ വന്നിട്ട് വലിയ ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എത്ര വേണേലും വന്നിട്ട് സ്റ്റോക്ക് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ബീച്ചിലാണെങ്കിലും ഒരു കച്ചടി ഇല്ല, റോട്ടിൽ ഒരു കച്ചടി ഇല്ല, റോട്ടിൽ ആളുകൾ തെറി വിളിക്കുന്നില്ല, ഒരു ബഹളവും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉള്ളത്. കാരണം നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറെ രാജ്യങ്ങളിലേക്ക് മാറാനായിട്ട്, UK അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്, കാനഡയ്ക്കോ മാറാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ല എൻവയോൺമെന്റ് ആണ്, നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയാണ്, നാട്ടിലത്തെ അത്രയും ചൂടില്ല. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ആൻഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് മഴ പെയ്ത് കഴിഞ്ഞാൽ ബാർബഡോസിലും മഴ പെയ്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു ചൂട് അങ്ങനെ വലിയ പ്രശ്നമില്ല. അതുപോലെ വന്നിട്ട് ആൾക്കാരും പ്രശ്നമില്ല. നമുക്ക് എല്ലാ ഫുഡ് ആക്സസും അവൈലബിലിറ്റി ഉണ്ട്. സ്ട്രെസ് ഫ്രീ ആണ്. നമുക്ക് സ്ട്രെസ് ലെവൽ വളരെ കുറവാണ് ജോബിന്റെ കാര്യങ്ങളിലെല്ലാം. ഇത്രയ്ക്കധികം കരിപ്രാവിനെ നാട്ടിൽ കണ്ടിട്ടില്ല. ഒറ്റയ്ക്കായിട്ട് കാണുള്ളൂ. അപ്പുറത്തൊരു തരിപ്രാവ് പോണ്ട് മാമ. ഹരിപ്രാവിനെ നോക്കണ നേരത്തെ തരിപ്രാവ് കറക്റ്റ് ടൈമിൽ. പിന്നെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആണ്. ഗവൺമെന്റിന്റെ വയസ്സിലും വന്നിട്ട് നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളി ബീച്ച്. അടിപൊളി ബീച്ച്. അതാണ് ഇവിടുത്തെ ബീച്ചിന്റെ കളറ് സഹിക്കാൻ പറ്റത് അല്ലേ? ഇവിടുത്തെ ബീച്ച് വന്നിട്ട് വളരെ ഭംഗിയുള്ള ബീച്ചുകളാണ്. പിന്നെ നമുക്ക് വന്നിട്ട് ബീച്ചിലാണേലും വന്നിട്ട് പോയ ലിറ്ററിങ്ങോ അങ്ങനെയുള്ള ആൾക്കാർ മോശമാക്കി ഇടുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. എന്തിനു പറഞ്ഞു ഇന്നലത്തെ മീൻ മാർക്കറ്റിലെ ബാത്റൂം ഒരു അടിപൊളിയാണ്. അതെ അതെ അതെ. You work here? Me? Hang out here. You? We hang around here. Nowhere here. Oh yeah. We do fishing. You guys do fishing as well? They do. No getting into. How old are you? 45. You look young for that. Honest, you don't look like a 45 to me. You look like a 35. 35? Yeah. What is that? Ah, yeah? We are not there 2025. Yeah. Thank you. Get there? Yeah. നല്ലൊരു രാജ്യമാണ്. നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് സോഫാർ ഉണ്ടായിട്ടുള്ളത്. ട്രിപ്പ് ലൈക്ക് എ ബേജൻ. അതെ, ബി ലൈക്ക് എ ബേജൻ. ബി ലൈക്ക് എ ബേജൻ, ട്രിപ്പ് ലൈക്ക് എ ബേജൻ. ബേജൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആൾക്കാരെ ബേജൻസ് എന്നാണ് പറയുക. ആൾക്കാരനാണ് ബാർബഡിയൻസിനെ പറയുന്നവരാണ് ബേജൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഭാരതീയർ. ഭജൻ അല്ല, ബേജനാണ്. ഞങ്ങള് ഭജൻ എന്നാ വായിച്ചത്. പക്ഷെ ഇവർക്ക് വന്നിട്ട് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ ഇവിടുത്തെ വന്നിട്ട് സ്റ്റാർ ഐക്കോൺ ആണ് വന്നിട്ട് റിയാന ഫെന്റി എന്ന് പറയുന്ന പോപ്പ് മ്യൂസിക് സ്റ്റാർ. പിന്നെ നല്ലൊരു രാജ്യമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാനും. നമ്മുടെ ആർച്ചർ ജോഫ്രെ ആർച്ചർ ഇവിടെയാണ്. പിന്നെ വന്നിട്ട് മാൽക്കം മാർഷല്. പിന്നെ സോബേഴ്സ്, പഴയ ക്രിക്കറ്റർ വന്നിട്ട് സോബേഴ്സ്, അവരെല്ലാം വന്നിട്ട് ഇവിടുത്തെ നല്ലൊരു ടീമാണ്. ഇവിടെ ക്രിക്കറ്റ് നല്ല ആൾക്കാരുണ്ട്, ഇവിടെ പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. ഹൈലൈറ്റ് ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽഡ് ചെയ്തത് വന്നിട്ട് L&T ആണ്. നമ്മുടെ ലെഫ്റ്റനന്റ് ട്രൂബോ ആണ് വന്നിട്ട് 1994 വന്നിട്ട് ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽഡ് ചെയ്തത്. കെൻസിങ്ടൺ ഓവല്. നല്ല സ്റ്റേഡിയം. ഇന്റർനാഷണൽ കപ്പ്, വേൾഡ് കപ്പ് നമ്മുടെ T20 വന്നിട്ട് ഇവിടെയായിരുന്നു. മാമ ബാറ്റൊന്ന് കാണിച്ചെടുത്ത സഞ്ജുവിന്റെ പാറ്റേൺ കേട്ടോ ഇത്. സഞ്ജു മറ്റേ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തില്, വെസ്റ്റ് ഇൻഡീസ് പര്യടനല്ല വേൾഡ് കപ്പിലല്ലേ
കളിച്ച ബാറ്റ് അല്ലേ? ഞാൻ വെച്ച് സൈൻ ചെയ്ത ബാറ്റാണ്. കളിച്ച ബാറ്റാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ചെറിയ പൊട്ടിയപ്പോ ഒറ്റടിക്ക് പൊട്ടി. ഇതാണ് സഞ്ജുവിനെ കൊണ്ട് ഞാൻ തോറ്റു. പുള്ളി സൈൻ ചെയ്ത് ഇവിടെയുള്ള ഒരു മലയാളിക്ക് കൊടുത്തതാണ്. കയ്യിൽ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത്. മാമത്തോണ്ട് കളിക്കോ? ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ സൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. എന്റെയും കൂടെ ഒരു പേര്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഫേമസ്, ഡബിൾ ഫേമസ്. വെരി നൈസ് മാമ. ഏയ് എന്റെ കാലിന്റെ മുട്ട് പോയിരുന്നു ഇപ്പൊ. പിന്നെയുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ബാറ്റും ഉണ്ട്. ഇവിടെ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാർ മുഴുവൻ ചോറിന് തന്നെ പൊടിക്കാൻ വരണേന്നാ പറഞ്ഞേ. മലയാളി ചോറ് കിട്ടാൻ പൊടിക്കാൻ വരാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മുടെ രോഹിത് ശർമ്മയുടെ സിഗ്നേച്ചർ ഉണ്ട്, റോബിൻ സിംഗ് ഉണ്ട്, ഇത് നമ്മുടെ സഞ്ജു സാംസന്റെ സിഗ്നേച്ചർ. പിന്നെ ഇതിൽ ഒരെണ്ണം വന്നിട്ട് നമ്മുടെ അമ്പട്ടി റായിഡുവിന്റെ സിഗ്നേച്ചർ ആണ്. ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയാം. ഇതിലൊരു സൈൻ കൂടി നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ നിലത്ത് വെച്ചിട്ട് ചെയ്തു തരാം കേട്ടോ. അതാണ് ഇമ്പോർട്ടന്റ് സാധനം. അത് ഇപ്പുറത്ത് വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ എല്ലാവർക്കും പറ്റും. ബട്ട് കുക്കിംഗ് ഈസ് നോട്ട് ഈസി മൈ. കഴിഞ്ഞ വർഷം ഇതിന് മുമ്പത്തെ തവണ വിരാട് കോഹ്ലി വന്ന സമയത്ത് ഒരു ബാറ്റിൽ നമുക്ക് സൈൻ ചെയ്ത് കിട്ടിയായിരുന്നു. അത് നാട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് കഴിഞ്ഞോണെ ഇപ്പൊ എല്ലാരും വന്നു പോണ ചെറിയ വീടാണിത്. അങ്ങനെയൊന്നും പറയുന്നത് ഇവിടെ ഒന്നുമല്ല. നമ്മൾ വരുന്ന സമയത്ത് ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടാം. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ? ഓവറോൾ ബാർബഡോസിനെ കുറിച്ചിട്ട് ഒരു ഒറ്റ വാക്കിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സിവിക് സെൻസ് ഉള്ള നല്ല മനുഷ്യരുള്ള അല്ലേ? ഈ മാതിരി കള്ളാണ് അവിടുത്തെ മെയിൻ പരിപാടി. കള്ള് കുടിച്ചിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോട്ട് ദ ആൽക്കഹോൾ, ഇറ്റ്സ് ദ പീപ്പിൾ. നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയുന്ന വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ക്ലീൻ സിറ്റി. ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഈ സ്ഥലം എത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ഞാൻ കണ്ട സ്ഥലത്തെല്ലാം ഫാമിലീനെയാണ് കണ്ടിട്ടുള്ളത്. സോ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പോയി ഏത് പാതിരാത്രി വേണമെങ്കിലും ചെന്ന് മദ്യപിക്കുക, ഭക്ഷണം കഴിക്കുക, റോട്ടിൽ കൂടെ നടക്കുക, വണ്ടി ഓടിക്കുക. നമ്മുടെ ഇന്ത്യയിലെ അതേപോലെ തന്നെയാണ് അവിടെ വണ്ടി ഓടിക്കുന്നത്. സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല ബെസ്റ്റ് സ്ഥലം. എഗെയിൻ വിസ വേണ്ടാത്ത സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ എഴുതിയിടുക കേട്ടോ, ബാർബഡോസ്. അപ്പോൾ ബാർബഡോസിൻ്റെ റം കഥകളിൽ ഇനി എന്താ പറയുക, ഇനിയും പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി റമ്മിൻ്റെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കരീബിയൻ കൺട്രീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ ഭൂപ്പാ.